ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ നാളെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പെട്ടെന്ന് റെഡി ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാനും നന്നായിട്ട് വൈറ്റനിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുന്നതിനെക്കാട്ടി മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഇതേപോലത്തെ ചോറാണ് കേട്ടോ. സാധാ ചോറില്ലേ, നമ്മളെ വീട്ടിൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ചോറില്ലേ, ആ ചോറാണ് കേട്ടോ വേണ്ടത്. ഉപ്പിടാതെ ഉണ്ടാക്കിയിട്ടുള്ള ചോറായിരിക്കണം. അതിലേക്ക് ഈ ഒരു ചോറ് മുങ്ങുന്ന തരത്തിൽ ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ അത് മുങ്ങുന്ന തരത്തിൽ വേണം നമുക്ക് പാലെടുക്കാനായിട്ട്. അതൊന്നും മിക്സിയിലിട്ട് നല്ല രീതിക്ക് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇതേപോലെ നല്ല രീതിക്ക് അരച്ചെടുക്കണം. അതിന് ശേഷം ഇതേപോലൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ആ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ കുറുക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് കുറുക്ക് പോലെ ആക്കിയെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോഴത്തേനും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകാനും അതുപോലെ തന്നെ ആ കേടായി പോകാനും നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സമയം എടുത്ത് തന്നെ ഇതേപോലെ നല്ല കുറുക്ക് പരുവത്തിലാക്കി എടുക്കട്ടെ. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അപ്പം തന്നെ നിങ്ങൾ എടുത്ത് തേക്കാൻ പാടില്ല. നല്ല രീതിക്കൊന്ന് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് പൊള്ളി വാരി ഇളകും. പിന്നെ പ്രത്യേകിച്ച് വേറെ പാക്കൊന്നും ഇടേണ്ടി വരില്ല, വെളുത്ത് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതേ പാക്ക് നല്ലോണം തണുത്തതിന് ശേഷമാണ് ഞാനിവിടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാലും ചോറും ആയതുകൊണ്ട് തന്നെ വേറെ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആ ഒരു പാലിങ്ങനെ കുറുകി വരുമ്പോഴത്തേനുള്ള മണവും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഭയങ്കരമായിട്ട് ഒഴുകി വരുന്ന രീതിയിലാവരുത് കേട്ടോ. ഇതേപോലെ നല്ല കട്ടിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്, എന്നാലേ ഇത് സ്റ്റിക്കി ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. താഴെ അവസാനം നിൽക്കുന്നുണ്ട്, എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എൻ്റെ ട്രൈപ്പോഡൊക്കെ ഇതേപോലെ എനക്കിയിട്ട് വലിച്ചിടാൻ നോക്കുന്നുണ്ട്, റിംഗ് ലൈറ്റൊക്കെ. പക്ഷെ ഞാൻ സമ്മതിക്കാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേ ഫേസ് ഫുൾ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം കട്ടിയിലാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചൊന്നുമല്ല, അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് ഉണങ്ങാനായിട്ട്, ഡ്രൈ ആവാനായിട്ട് വിടണം. ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ആവും. അതായത് ഒരുപാട് ഡ്രൈ ആവണ്ട, എന്നാൽ ഒരു 70% ഒക്കെ ഡ്രൈ ആകുമ്പോഴേക്കും നമുക്കിത് റിമൂവ് ചെയ്യാം കേട്ടോ. ഞാൻ അവസാനം അവിടെ മങ്കിക്കാട്ടും വച്ചു കൊടുത്തിട്ട് അവിടെ ഇരുത്തിരിക്കുക കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പാക്ക് നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവട്ടെ. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടി എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്ക് അറിയില്ല. പാക്ക് നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. അതായത് ഒരുപാട് വെളുത്തിട്ട് പാറും അല്ലെങ്കിൽ പാലിൻ്റെ കളറാവും എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയണത്. നമുക്കുള്ളതിനേക്കാളും ഒരു ഷെയ്ഡ് ഫ്രണ്ടിലോട്ട് നമുക്ക് വെളുക്കാനായിട്ട് പറ്റും ഈ ഒരു പാക്ക് കൊണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം വരികയാണ്, പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ വരികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ കൊണ്ടുവരാനും ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനും നമുക്കുള്ള ഷെയ്ഡിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് വെളുപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും റിപ്ലൈ തരൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കണ്ടൻ്റായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.